ഗുഡ് മോർണിംഗ്. നമ്മൾ കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫിനകത്തുള്ള യൂണിറ്റാണ് പഠിക്കുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽസ്, അതേപോലെ തന്നെ ഡ്രഗ്സ്, ദെൻ കളറിങ്ങിന് ഉപയോഗിക്കുന്ന ഡൈസ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. ഇന്ന് നമ്മൾ മറ്റൊരു കെമിക്കൽസ്, നമ്മുടെ ഫുഡിനകത്ത് യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫുഡ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഫുഡ് എന്ന് പറയുന്നത് എന്താ? വിച്ച് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് വെൻ കൺസ്യൂംഡ്, ഡൈജസ്റ്റഡ് ആൻഡ് അസിമുലേറ്റഡ് പ്രൊവൈഡഡ് ന്യൂട്രീഷണൽ ആൻഡ് എനർജിക് സപ്പോർട്ട് ഫോർ ബോഡി. കൺസ്യൂം ചെയ്യുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്ത് ന്യൂട്രീഷൻ ആൻഡ് എനർജറ്റിക് സപ്പോർട്ട് ബോഡിക്ക് തരുന്നതാണ്. പവർ സെല്ല്, ടിഷ്യൂ, ഓർഗനൊക്കെ വർക്ക് ചെയ്യുന്നത് പ്രോപ്പർ മെയിൻ്റെനൻസ് ഓഫ് ഈ ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസാണ് വിച്ച് ആഡ് ടു ഇൻക്രീസ് ദി ക്വാളിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസുകൾ. ബേസിക് ഫുഡ് അഡിക്റ്റീവ്സിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രിസർവേഷൻ, ഇംപ്രൂവ്, അപ്പീൽ, മെയിൻറ്റെയിൻ ആൻഡ് എൻഹാൻസിങ് ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓർ കോമ്പിനേഷൻ മോർ ദാൻ വൺ ഓഫ് ദി എബോവ് പർപ്പസ്. ഈ മൂന്ന് മെയിൻ പർപ്പസുകൾ എന്നാൽ പ്രിസർവ് ചെയ്യുക, ചീത്തയാണ്ടിരിക്കുക, ഇംപ്രൂവ്, അപ്പീൽ ആൻഡ് ക്വാളിറ്റി കൂട്ടാനും, മെയിൻറ്റെയിൻ ആൻഡ് എൻഹാൻസിങ് ന്യൂട്രീഷൻ ക്വാളിറ്റി, അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഫുഡ് അഡിക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് അഡിക്റ്റീവ് നമുക്ക് ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് ചീത്തയായി പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ ചില സാധനങ്ങൾക്ക് നമുക്ക് ഗുണവും രുചിയൊക്കെ കിട്ടുമ്പോഴേക്കാണ് അതിന് കുറച്ചും കൂടി ടേസ്റ്റൊക്കെ വരുന്നത്. അതുപോലെ ന്യൂട്രീഷൻ കണ്ടീഷനകത്ത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഒഴിച്ച് ബാക്കി ഫുഡ് അഡിക്റ്റീവ്സിനകത്ത് പ്രത്യേകിച്ച് ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് ഒന്നുമില്ല. ചില കേസുകൾ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യാനുള്ള പർപ്പസൊക്കെയാണ്. അപ്പോൾ അതിന് ന്യൂട്രീഷൻ ക്വാളിറ്റി ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യുന്ന ചില സബ്സ്റ്റൻസുകളിലൊന്നാണ് പ്രിസർവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ്, ടേസ്റ്റ് കൂട്ടാനായി ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ, അതുപോലെ ചീത്തയാണ്ട് ഉപയോഗിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ്, പിന്നെ അപ്പിയറൻസ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കളർ, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഫുഡ് പ്രിസർവേറ്റീവ്സ്. അപ്പോൾ പറഞ്ഞതെല്ലാം കെമിക്കൽസ് ആണ്. കെമിക്കൽസ് ഇൻറ്റൻഷ്യലി ആഡഡ് ടു ഫുഡ്, ജനറലി സ്മോൾ ക്വാണ്ടിറ്റി ടു പ്രിവെൻറ്റ് ഇറ്റ്സ് മൈക്രോബിയൽ ഓർ കാറ്റലിറ്റിക് ഡീകമ്പോസിഷൻ ആൻഡ് ഡിറ്റീറിയേഷൻ ആർ കോൾഡ് ഫുഡ് പ്രിസർവേറ്റീവ്. മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഫുഡ് ചീത്തയാകുന്നത് അല്ലെങ്കിൽ നശിച്ചു പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസിനെയാണ് ഫുഡ് പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. അതെന്താ ചെയ്യുന്നത്? ദേ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ലൈക്ക് എന്തൊക്കെയാണ്, ബാക്ടീരിയ, ഫംഗസ്, ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അതല്ലെങ്കിൽ ഇത് പ്രിവെൻറ്റ് എൻസൈമാറ്റിക് ഓർ കാറ്റലിറ്റിക് റിയാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് പണ്ട് തന്നെ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. നിങ്ങളൊക്കെ അച്ചാർ, പിക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താ നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഉണക്കമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്. എന്താണ്, നല്ല ഉപ്പിനകത്ത് ഉണക്കി സൂക്ഷിക്കുന്നു. അപ്പോൾ ആ ഉപ്പ് എന്ന് പറയുന്നത് ഒരു പ്രിസർവേറ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ കോമൺ ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവാണ് ഷുഗർ, ടേബിൾ സോൾട്ട്, വിനാഗിരി ആൻഡ് വെജിറ്റബിൾ ഓയിൽസ്, എണ്ണയിലൊക്കെ ഒഴിച്ചു വെക്കുക. ഇതൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് ആണ്. ഫ്രൂട്ട് ഇൻ കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ, ഈ ഫ്രൂട്ട്സുകൾ ഷുഗർ സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ മീറ്റ് സോൾട്ടായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇതൊക്കെ ഇതിനകത്ത് സൂക്രോസ്, സോഡിയം ക്ലോറൈഡൊക്കെ ആണ് ഈ പർപ്പസിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെന്തായിരുന്നു? ദേ ക്രിയേറ്റ് എ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ഇൻ ദ എൻവയോൺമെൻറ്റ് ഓഫ് എനി മൈക്രോ ഓർഗാനിസം പ്രസൻറ്റ്. ഹൈപ്പർട്ടോണിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആയിട്ടുള്ളത്. അപ്പോൾ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനകത്ത് എന്ത് ചെയ്യുന്നു? വാട്ടർ ഫ്ലോ ഫ്രം ദി ഓർഗാനിസം, ആ മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് ആ വാട്ടർ എന്ത് ചെയ്യുന്നു? മോർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനകത്തേക്ക് ബൈ ഓസ്മോസിസ്. അപ്പോൾ ഈ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ആകുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ആ കൂടുതലുള്ള സൊല്യൂഷനകത്തേക്ക് കുറഞ്ഞ സൊല്യൂഷനിൽ നിന്ന് സോൾവെൻറ്റ് മൂവ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്മോസിസ് പ്രോസസ്സ് വഴി ഈ ഓർഗാനിസത്തിൽ നിന്നുള്ള വാട്ടർ എന്ത് ചെയ്യും? നമ്മുടെ മീഡിയത്തിനകത്തേക്ക് വരുന്നു, ഹൈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനകത്തേക്ക് വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? മൈക്രോ ഓർഗാനിസത്തിന് വാട്ടറൊക്കെ പോയതുകൊണ്ട് അത് ഡീഹൈഡ്രേഷൻ സംഭവിച്ച് അത് ഡൈ ആയിട്ട് പോകുന്നു. അതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതല്ലാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കെമിക്കൽസ് ഉള്ള സാധനങ്ങളിലൊന്നാണ് സോഡിയം ബെൻസോയേറ്റ്.
C6H5COON. അതിനകത്ത് ആക്ച്വലി C6H5COOH ബെൻസോയിക് ആസിഡാണ് ആക്ച്വലി ആൻറ്റി മൈക്രോബിയൽ ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ജാം, ഫ്രൂട്ട് ജ്യൂസ്, പിക്കിൾസ്, ജെല്ലീസിനകത്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സോഡിയം ബെൻസോയേറ്റ് ആസിഡ് കണ്ടീഷനകത്ത് ബെൻസോയിക് ആസിഡായിട്ട് മാറുന്നു. ഈ ബെൻസോയിക് ആസിഡാണ് ഈസ്റ്റ്, ബാക്ടീരിയ ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. പിന്നെ സിട്രിക് ആസിഡ്, നമ്മൾ നാരങ്ങക്കകത്തൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് സിട്രിക് ആസിഡ്. ഈ സിട്രിക് ആസിഡ് എന്ത് ചെയ്യുന്നു, ചില ട്രേസ് മെറ്റൽസ്, വളരെ ചെറിയ മെറ്റൽസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കോംപ്ലക്സ് ഫോർമേഷൻ വരുന്നത്. ഇതാണ് സിട്രിക് ആസിഡിൻ്റെ സ്ട്രക്ചർ. അതെന്ത് ചെയ്യുന്നു, കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ ട്രേസസ് മെറ്റൽസിനെയൊക്കെ അത് കോംപ്ലക്സ് ചെയ്തിട്ട് ആ മെറ്റലിൻ്റെ കാറ്റലിറ്റിക് ആക്ഷൻ അത് ഇല്ലാതാക്കുന്നു. പിന്നെ ഒന്നാണ് മെറ്റാബൈസൾഫേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ് അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ. അപ്പോൾ ആ കോമ്പൗണ്ടുകൾ എന്താ ആക്ച്വലി ചെയ്യുന്നത്, മെറ്റാബൈസൾഫേറ്റ് ഇതൊക്കെ എന്താ ചെയ്യുന്നത്, ഇത് പ്രൊഡ്യൂസ് സൾഫർ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ നമ്മുടെ സൊല്യൂഷനകത്ത് ഫ്രൂട്ട്സിൻ്റെയോ ആപ്പിൾസ്, മാംഗോ ചട്നി ഇത് യൂസ് ചെയ്യുന്നത് പ്രിവെൻറ്റിംഗ് മാംഗോ ചട്നി, ലെമൺ സ്കോഷ്, ജ്യൂസസോ കളർലെസ് ഫ്രൂട്ട്സ് ലൈക്ക് ആപ്പിൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ പൊട്ടാസ്യം മെറ്റാസൾഫേറ്റിൽ നിന്ന് നമുക്ക് ആസിഡ് മീഡിയത്തിനകത്ത് ഫ്രൂട്ട്സിൻ്റെ ആസിഡിക് കണ്ടീഷനിൽ നിന്ന് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്നത്. ഇതാണ് മൈക്രോ ഓർഗാനിസത്തിന് കില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ സൾഫർ ഡയോക്സൈഡിൻ്റെ മറ്റ് സോഴ്സുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സോഡിയം സൾഫൈറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, അല്ലെ ബൈസൾഫേറ്റ്, സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ്, പൊട്ടാസ്യം ഹൈഡ്രജൻ സൾഫേറ്റ്, അല്ലെ മെറ്റാബൈസൾഫേറ്റ്. ഇതൊക്കെയാണ് സൾഫർ ഡയോക്സൈഡായിട്ട് ഇതിൻ്റെ സോഴ്സായിട്ട്. സൾഫർ ഡയോക്സൈഡ് ഗ്യാസാണ്, അപ്പോൾ നമുക്ക് നേരിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സോഴ്സായിട്ടാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത്തരം കണ്ടത് നമ്മൾ പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനാണ്. ഇനി ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ, മധുരം കിട്ടാൻ വേണ്ടി നമുക്ക് സാധാരണയുള്ള മധുരത്തിനേക്കാളും കൂടുതൽ, നമ്മൾ സാധാരണയായിട്ട് നിൽക്കുന്ന പഞ്ചസാരയൊക്കെ സൂക്രോസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതിനേക്കാളും മധുരം കിട്ടുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ് സ്വീറ്റ്നർ എന്ന് പറയുന്നത്. നാച്ചുറലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ലോ കലോറിഫിക് വാല്യൂ ആണ്. കാരണം ഇത് ബോഡിയിൽ ചെന്നിട്ട് വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല, പാർട്ടിനകത്ത് ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് കലോറി ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ വളരെ കുറച്ച് കോൺസെൻട്രേഷൻ മതി. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പഞ്ചസാരേനേക്കാളും നല്ല മധുരം ഒഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് സാക്രിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട്. സാക്രിൻ സ്ട്രക്ചറൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ആ പേരൊന്ന് വെറുതെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. സാക്രിൻസ് ഓർത്തോ സൾഫർ ബെൻസിമൈഡ് എന്നുള്ളൊരു സ്ട്രക്ചറാണ്. സ്ട്രക്ചർ വേണ്ടെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എ 550 ടൈംസ് ദാൻ കെയിൻ ഷുഗർ. പഞ്ചസാരേനേക്കാളും 550 ടൈംസ് മധുരം കൂടുതലുള്ളൊരു സാധനമാണ് ഈ സാക്രിൻ എന്ന് പറയുന്നത്. ദെൻ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറിൻ്റെ പ്രോപ്പർട്ടീസ് ലൈക്ക് നോ കലോറിഫിക് വാല്യൂ ടു ദ ഡയറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് മെറ്റാബോളൈസ്ഡ് ബൈ ഹ്യൂമൻ ബോഡി. നമ്മുടെ ശരീരത്തിനകത്ത് വെച്ച് മെറ്റാബോളിക് പാർട്ടിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നില്ല. അത് നമ്മുടെ ബോഡി എക്സ്ക്രീറ്റഡ്, ഇറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ഫ്രം ബോഡി ഇൻ യൂറിനിൽ കൂടി പുറത്തേക്ക് വന്നു ഇൻ ദ സെയിം ഫോം അറ്റ് ഈസ് ഇൻജസ്റ്റഡ്. നമ്മൾ കഴിക്കുന്ന അതേ ഫോമിൽ തന്നെ പോകുന്നു. അതുകൊണ്ട് ബോഡിക്കകത്തുള്ള മെറ്റബോളിക് പാർട്ട് വരുന്ന ഇൻവോൾവ് ചെയ്ത കാരണം കലോറിഫിക് വാല്യൂ ഇല്ല. സോ ഇറ്റ് ഈസ് എൻറ്റയർലി ഇനേർട്ട് ആൻഡ് കംപ്ലീറ്റ്ലി ഹാംലെസ് വെൻ ഇൻജസ്റ്റഡ്. അപ്പോൾ അതുകൊണ്ട് ഹാംലെസ് അല്ല. പക്ഷേ പല സ്റ്റഡീസ് നടക്കുമ്പോൾ ചില മറ്റ് പ്രോബ്ലംസുകൾ ഈ കെമിക്കൽസ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രോപ്പർ സ്റ്റഡീസൊന്നും ഇല്ല, എന്നാലും പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത് ഹീറ്റ് സ്റ്റേബിളാണ്. അപ്പോൾ കുക്കിംഗ് പർപ്പസിനകത്ത്, ബേക്കിംഗ് പർപ്പസിനകത്തൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കലോറിഫിക് വാല്യൂ ഒന്നും ഇല്ലാത്തതാണ് ഡയബറ്റിക് പേഷ്യൻസിന് വലിയ കുഴപ്പമില്ല, യൂസ് ചെയ്യാൻ പറ്റും. സോ ബേക്ക്ഡ് ഐറ്റംസ്, ജാം, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ടിൻഡ് ഫ്രൂട്ട്സ്, ഗം, ക്യാൻഡി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ ഒരു കയ്പുണ്ടാകും ഈ സാധനത്തിന്. അതാണ് എൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ വേറെ മറ്റൊരു എക്സാമ്പിളാണ്, കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിളാണ് അസ്പാർട്ടൈം എന്ന് പറഞ്ഞൊരു സാധനം. ഒരു അസ്പാർട്ടിക് ആസിഡിൽ നിന്ന് ഒരു ഡൈപെപ്റ്റൈഡ് ആയിട്ടുള്ള അസ്പാർട്ടിക് ആസിഡ് ആൻഡ് മീഥൈൽ എസ്റ്റർ ഫിനൈൽ അനാലിൻ എന്നുള്ള ഒരു അമിനോ ആസിഡ്സിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് അസ്പാർട്ടൈം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അറൗണ്ട് 180 to 200 ടൈംസ് സ്വീറ്റ്നർ ദാൻ സൂക്രോസ്. പഞ്ചസാരേനേക്കാളും 150-200% മധുരം കൂടുതലാണ്. നേരത്തെ പറഞ്ഞ പോലെ കലോറിഫിക് വാല്യൂ ഒന്നുമില്ല. പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ഇറ്റ് ഈസ് നോട്ട് സ്റ്റേബിൾ അറ്റ് കുക്കിംഗ് ടെമ്പറേച്ചർ, ഡീകമ്പോസ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് ടെമ്പറേച്ചർ വരണം, ബേക്കിംഗ് പർപ്പസിനകത്ത് ഉപയോഗിക്കുന്നില്ല. കോൾഡ് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്തൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് നമ്മുടെ റിയാക്ഷൻ്റെ pHനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. pH കുറയുന്നതനുസരിച്ച് അതിൻ്റെ ലൈഫ് ടൈം കൂടുന്നു. അപ്പോൾ ഒരു pH ഒരു 4.3ൽ താഴെയാണെങ്കിൽ ആ സബ്സ്റ്റൻസിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്, ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 300 ഡേയ്സ്. ഈ സാധനം 300 ദിവസം മിനിമം ഹാഫ് ലൈഫ് നശിക്കാണ്ടിരിക്കുന്നു. സമയം നമ്മുടെ
വാട്ടറിൻ്റെ പീച്ച് ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഫ്യൂ ഡേയ്സ് ആണ്. അപ്പോൾ നോർമലി അസിഡിക് സൊല്യൂഷൻ മോസ്റ്റ്ലി സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ അസിഡിക് എന്ന് പറഞ്ഞാൽ 7ൽ താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്തൊക്കെ ഈ ഒരു സാധനമായിരിക്കും, കാരണം കൂടുതൽ നാൾ മധുരം ചീത്താകാണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാത്തിൻ്റെ സ്ട്രക്ചറൊന്നും പഠിക്കേണ്ട, ഞാനൊരു പേര് വന്നപ്പോൾ ഒന്ന് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. പേരുകൾ പഠിക്കാം, 1-2 അതിൻ്റെ പർപ്പസുകൾ എന്താണെന്നൊക്കെ ഉള്ളതൊന്ന് പഠിക്കാം. സൂക്രലോസ് മീൻസ് സൂക്രോസിൻ്റെ ഒരു ഡെറിവേറ്റീവ്സ് ആണ്. 600 ടൈംസ് സ്വീറ്റ്നർ ദാൻ സൂക്രോസ്. പഞ്ചസാരയാണ് 600 ടൈംസ് മധുരം കൂടുതലാണ്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കലോറിഫിക് വാല്യൂ വളരെ കുറവാണ്. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ബിറ്റർ ടേസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാക്രിനേക്കാളും കൂടി കുറച്ചും കൂടി നല്ലതാണ്. pH-നകത്തും അതിൻ്റെ വലിയ എഫക്റ്റ് ഇല്ല. അതുകൊണ്ട് മറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു സാധനമാണ് സൂക്രലോസ് എന്ന് പറയുന്നത്. പിന്നെ അലിറ്റൈം എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട്. ഇറ്റ് ഈസ് 2000 ടൈംസ് സ്വീറ്റ്നർ ദാൻ സൂക്രോസ്. അതൊരു അമിനോ ആസിഡ് കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. ഇത് മെറ്റാബോളിക് പാർട്ടിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. The aspartic acid is metabolized normally and alanine amide is excreted in the urine as sulfoxide. അപ്പോൾ കുറച്ച് നമ്മുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഹീറ്റ് സ്റ്റേബിൾ ആണ്, അതുകൊണ്ട് കുക്കിംഗ് പർപ്പസിനകത്തൊക്കെ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ എന്ന് പറഞ്ഞാൽ മധുരം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ്. ദെൻ അടുത്ത കാറ്റഗറിയാണ് ആൻറ്റി ഓക്സിഡൻറ്റ്. നമ്മൾ വീടുകളിലൊക്കെ എല്ലാവരും വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. വെളിച്ചെണ്ണ കുറച്ച് ദിവസം ഒന്ന് തുറന്ന് വെച്ച് നോക്കുക. അത് കഴിഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഒരു മണം ഉണ്ടാവും. എൻ്റെയൊക്കെ നാട്ടിൽ കാറച്ച് എന്നൊക്കെ പറയും, നിങ്ങളുടെ നാട്ടിൽ ഓരോ വേർഡായിരിക്കും. നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ റാൻസിഡിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അത് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നു, അൺസാച്ചുറേറ്റഡ് ഓയിലായിരിക്കും. അത് ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് മിക്സ്ചർ ഓഫ് കമ്പോണൻസ് ആയിട്ട് മാറുന്നു. ആൽഡിഹൈഡ്, കീറ്റോൺ, അങ്ങനെ ആസിഡൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അതിന് റാൻസിഡ് ഓർഡർ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് പ്രൊട്ടക്ട് ദം ഫ്രം എഗൻസ്റ്റ് ഡിറ്ററോറേഷൻ, ഡീകമ്പോസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഷെൽഫ് ലൈഫ് കൂടുന്നു. അതുപോലെ തന്നെ മറ്റ് ഓക്സിഡേഷന് കാരണമായിട്ടുള്ള ആൾക്കാർ മൈക്രോ ഓർഗാനിസത്തിനെ ആവില്ല, അതിന് പ്രിസർവേറ്റീവാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഓക്സിഡേഷന് കാരണക്കാരായിട്ടുള്ള ചില ആക്റ്റീവ് സ്പീഷീസ്, ഫ്രീ റാഡിക്കൽസ്, അങ്ങനെയുള്ളതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ഈ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. അത് സിന്തറ്റിക്കും നാച്ചുറലായിട്ടുള്ള സാധനങ്ങളുണ്ട്. സിന്തറ്റിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളാണ് അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വിറ്റാമിൻ സി എന്ന് പറഞ്ഞ സാധനം, സിട്രിക് ആസിഡ് നാരങ്ങയിൽ വരുന്ന സാധനങ്ങൾ, ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ടോക്കോഫിറോള്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസുകൾ. അപ്പോൾ അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വിറ്റാമിൻ സി നമ്മൾ സാധാരണ ഫ്രൂട്ട്സിനകത്ത്, ഡ്രൈഡ് പൊട്ടാറ്റോസ്, ജാംസിനകത്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സിട്രിക് ആസിഡ് ആണെങ്കിൽ ബിസ്ക്കറ്റ്, ജാം, ടിൻഡ് ഫ്രൂട്ട്സ് അതിനകത്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ടോക്കോഫിറോൾ ആണെങ്കിൽ ഓയിൽ, മീറ്റ്, പൈസ് സാധനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സിന്തറ്റിക് ആയിട്ടുള്ളത് മാൻമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതിൽ 1-2 എക്സാമ്പിളാണ് ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ BHA ആൻഡ് ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടൊളുവിൻ. അനിസോൾ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട്, ടൊളുവിൻ എന്നുള്ളൊരു കോമ്പൗണ്ട്, ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ റാഡിക്കൽസ് അതിനെയൊക്കെ സ്കാവഞ്ച് ചെയ്യുന്നൊരു മെക്കാനിസമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങളുടെ സിലബസ് മാറുന്നതിനുള്ള വർഷങ്ങളിൽ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. ഈ വർഷം അതിൻ്റെ സ്ട്രക്ചറൊന്നും ഇല്ല, എന്നാലും വെറുതെ ഒന്ന് നോക്കാം. BHA അനിസോൾ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ OH ഗ്രൂപ്പ്, അനിസോൾ കോമ്പൗണ്ട് സ്ട്രക്ചർ ഇവിടെ അനിസോൾ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ കാണുന്നില്ല. BHA ആൽക്കഹോളും മിത്തോക്സി ഗ്രൂപ്പുമാണ്. പിന്നെ ടൊളുവിൻ കോമ്പൗണ്ടും ഉണ്ട്, CH3 ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇപ്പം സ്ട്രക്ചറും ഉണ്ട്. BHT ആൻഡ് BHAയുടെ കോമ്പൗണ്ടുകളാണ്. പിന്നെ BHA, BHT തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 2 ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതിനകത്ത് ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ BHA ഈസ് എഫക്റ്റീവ് ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ് ഈവൻ 0.02% ആൻഡ് ഇൻക്രീസിങ് ദി ലൈഫ് അബൌട്ട് ബട്ടർ 25 ഡിഗ്രി സെൽഷ്യസിനകത്തും അതിൻ്റെ 0.2 ഈ സാധനം ആഡ് ചെയ്യണമെങ്കിൽ ബട്ടർ 25 ഡിഗ്രി സെൽഷ്യസിൽ ചീത്തയാകാണ്ടിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. Then BHT is steadily replaced with BHA.
ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടൊളുവിനേക്കാൾ റീപ്ലേസ് അനിസോൾ വരുന്നു ഇൻ യൂസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ അറ്റ് ഹയർ ടെമ്പറേച്ചറിനകത്ത് മോർ സ്റ്റേബിൾ ആയതുകൊണ്ട് നോർമലി ബി എച്ച് ടിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബി എച്ച് ആയിരിക്കും, കാരണം ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി കൂടുതലാണ്. പിന്നെ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മതി. അപ്പോൾ അതാണ് രണ്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യലായിട്ടുള്ള സിന്തറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ്. പിന്നെ പറഞ്ഞുകൊണ്ട് ഫ്ലേവർ എൻഹാൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല, സിലബസിൽ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അജിനോമോട്ടോ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്ന സാധനമാണ് ഫുഡ് ഫ്ലേവർ. മീൻസ് രുചി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഫുഡ് ഫ്ലേവർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ദെൻ വേറൊരു കാറ്റഗറിയാണ് ഫുഡ് കളർ, നിറം കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഡൈസ് കണ്ടു. ഡൈസ് നമ്മൾ കോമൺ ആയിട്ട് ഫുഡിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഫുഡിനകത്ത് യൂസ് ചെയ്യുമ്പോൾ അതിനെ ഫുഡ് കളർ എന്നുള്ള പേരിൽ ഉപയോഗിക്കുന്നു. അല്ലാതെയുള്ള പർപ്പസിനാണ് ഡൈസ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത്. ഫുഡ് കളേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളാണ്. അപ്പോൾ അതെന്തിനാണ് മെയിൻ ഉപയോഗിക്കുന്നത്? ഇമ്പാർട്ട് എ കളർ, ആ കളർ കൊണ്ട് എന്താ അതിൻ്റെ അപ്പിയറൻസ് റീസ്റ്റോർ ആൻഡ് ഇംപ്രൂവ് ഇറ്റ്സ് അപ്പിയറൻസ്, അങ്ങനെയുള്ള പർപ്പസ് മെയിൻറ്റെയിൻ, റീസ്റ്റോർ ഓർ ഇംപ്രൂവ് ഇറ്റ്സ് അപ്പിയറൻസ് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഫുഡ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫുഡ് കളർ രണ്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് പെർമിറ്റഡ് കളറെന്നും നോൺ പെർമിറ്റഡ് കളർ എന്നുള്ള രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പെർമിറ്റഡ് കളർ എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ഏജൻസി, ഗവൺമെൻറ് ഏജൻസി, ഫുഡ് റിലേറ്റഡ് ഫീൽഡിനകത്തുള്ള ഏജൻസി അതിൻ്റെ യൂസേജ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കണ്ടീഷൻ ഉണ്ട്, മാക്സിമം 200 ppm. മീൻസ് ഒരു kg എടുക്കണമെങ്കിൽ അതിനകത്ത് 200 മില്ലിഗ്രാമേ മാക്സിമം ആഡ് ചെയ്യാൻ പാടില്ല. നോട്ട് എക്സീഡിങ് ദി സേഫ്റ്റി ലിമിറ്റ്, അതുവരെയുള്ള ലിമിറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിനാണ് പെർമിറ്റഡ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കുറച്ച് 200 ppm വരെ ആഡ് ചെയ്യുക, അതിൻ്റെ അപ്പിയറൻസ് കൂട്ടാൻ വേണ്ടിയൊക്കെ ആഡ് ചെയ്യാനുള്ളതാണ് പെർമിറ്റഡ് കളർ എന്ന് പറയുന്നത്. അത് നാച്ചുറലായിട്ടുണ്ട്, സിന്തറ്റിക്കും ആയിട്ടുണ്ട്. നാച്ചുറലായിട്ട് നമ്മൾ കാണുന്ന സാധനം എന്ന് വെച്ചാൽ ഇപ്പം കർക്കുമിൻ, മഞ്ഞളിൽ നിന്ന് ആ മഞ്ഞ കളർ ഉണ്ടാക്കാനുള്ള സാധനമാണ് കർക്കുമിൻ. നമ്മൾ മഞ്ഞളൊക്കെ നമ്മളെല്ലാവരും കഴിക്കുന്ന സാധനമാണ്. ആ മഞ്ഞൾ നമുക്ക് കഴിച്ചിട്ട് അസുഖങ്ങളൊന്നുമില്ല. നാച്ചുറലായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് മഞ്ഞ കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫുഡ് കളറിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ ക്ലോറോഫിൽ, നമ്മൾ പ്ലാന്റ്സ്, ഗ്രീൻ പ്ലാന്റ്സ്, നമ്മൾ ചീര അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ശരീരത്തിനകത്ത് വരാത്ത അങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ളതാണ്. അതുകൂടാതെ 1-2 സാധനങ്ങളുണ്ട്. അനാറ്റോ എക്സ്ട്രാക്റ്റ് ഫ്രം അനാറ്റോ സീഡ്സ്. എന്താണെന്ന് എക്സാക്റ്റ് എനിക്കറിയില്ല, ചിലതിൻ്റെ പേര് അങ്ങനെ കറക്റ്റ് കിട്ടുന്നില്ല. കാരാമെല്ല്, പോളിസാക്രൈഡ്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. ബീറ്റ കരോട്ടീൻ, ഓറഞ്ചിൽ നിന്ന്, യെല്ലോ ടു ഓറഞ്ച്, ഫ്രം ക്യാരറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതേപോലെ തന്നെ കർക്കുമിൻ, നേരത്തെ പറഞ്ഞു മഞ്ഞളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കർക്കുമിൻ, അങ്ങനെയുള്ള സാധനങ്ങൾ. ദെൻ ആർട്ടിഫിഷ്യൽ ഓർ സിന്തറ്റിക് കളർ, ഇത് മനുഷ്യനുണ്ടാക്കുന്നതാണ്. അപ്പം മറ്റേതിനേക്കാളും ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും. മറ്റേത് നാച്ചുറൽ പ്രോഡക്റ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചേ കിട്ടുള്ളൂ, അതുകൊണ്ട് എക്സ്പെൻസീവ് ആയിരിക്കും. അതേസമയം ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഉണ്ടാക്കണം, അതുകൊണ്ട് നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്നു. അത് പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല, 1-2 സാധനങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഫാസ്റ്റ് ഗ്രീൻ, ടാട്രാസിൻ, സൺസെറ്റ് യെല്ലോ, എരിത്രോസൈൻ, ബ്രില്യൻറ്റ് ബ്ലൂ, ഇൻഡിഗോ കരാമിൻ, 1-2 എല്ലാ കേസിനകത്തൊരു എക്സാമ്പിൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെ പെർമിറ്റഡ് ആണ്. ദെൻ നോൺ പെർമിറ്റഡ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പാടില്ല, കാരണം അത് എന്താ ടോക്സിക് ക്യാരക്ടറുള്ളതാണ്. അത് ബോഡിക്ക്, ശരീരത്തിന് പല ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റുകളുണ്ടാകും. അപ്പോൾ 1-2 എക്സാമ്പിളുകളാണ് നോൺ പെർമിറ്റഡ് ആയിട്ട്. റോഡമിൻ ബി, അതെന്താ പറയുക, ഇറ്റ് കോസസ് ഡീജനറേറ്റീവ് ചേഞ്ചസ് ഇൻ ദ ലിവർ ആൻഡ് കിഡ്നി, അതുപോലെ റിട്ടാർഡേഷൻ ഗ്രോത്ത് ആൻഡ് ഹെമോലൈസിസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. എൻ്റെ എക്സാക്റ്റ് ഇപ്പം മീനിങ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന റോഡമിൻ ബി എന്ന് പറയുന്നത് ഒരു റെഡ് കളറിലുള്ള ഡൈ ആണ്. ഓറഞ്ച് ഡൈ കളറിലാണ്. അതും കോസസ് ഹെമറ്റോളജിക്കൽ ചേഞ്ചസ് ആൻഡ് റിട്ടാർഡേഷൻ ഓഫ് ഗ്രോത്ത്, വളർച്ചയെ മുരടിപ്പിക്കുന്നത്. മെറ്റാനിൻ യെല്ലോ കളറിലാണ്. അത് ഇതേപോലെ തന്നെ കോസസ് ഡീജനറേറ്റീവ് ചേഞ്ചസ് ഇൻ ദി സ്റ്റൊമക്ക്, കിഡ്നി, ലിവർ ആസ് വെൽ ആസ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നു. ദെൻ മാലക്കറ്റ് ഗ്രീൻ കളർ, പച്ച കളറിലുള്ള സാധനമാണ്. ഡാമേജിങ് ലിവർ, കിഡ്നി, ഹാർട്ട് ആൻഡ് സ്പ്ലീൻ ആസ് വെൽ ആസ് കോസിങ് ലീഷൻ ഇൻ സ്കിൻ, ഐസ്, ലങ്സ്, ബോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ദെൻ ഓറാമിൻ യെല്ലോ കളറിലാണ്, കിഡ്നീനൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്. ഞാനെല്ലാം പറയുന്നില്ല. ഇതിൻ്റെ നോൺ പെർമിറ്റൻ്റെയൊക്കെ
എക്സാമ്പിൾ അല്ലെങ്കിൽ ഇത് ചോദിക്കുമോ എന്നറിയില്ല, മേ ബി ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ബുക്കിനകത്ത് കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു പോയെന്നുള്ള അറ്റ്ലീസ്റ്റ് 2 എക്സാമ്പിൾ ഈ 2 കാറ്റഗറിക്കകത്ത് ഓർത്തിരിക്കുക. പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഓർത്തിരിക്കുക. സുഡാൻ ഡൈ, സുഡാൻ 1 പല ക്ലാസ് ആയിട്ട് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് റെഡ് ഡൈ ആണ് കോസ് കിഡ്നി ലീഷൻ ആസ് വെൽ എസ് ഡാമേജ് ഓഫ് ലിവർ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ നിങ്ങളതിനെ കുറ്റപ്പെടുത്തിയല്ല പറയുന്നത്, നമ്മളെല്ലാവരും ബേക്കറിയിലൊക്കെ പോയി പല സാധനങ്ങളൊക്കെ കഴിക്കാറുണ്ട്. അതിൽ വളരെ നമ്മൾ കഴിക്കുന്ന ഒരു സാധനം ലഡു അല്ലെങ്കിൽ ജിലേബി എന്നൊക്കെ പറയുന്നത് മഞ്ഞ കളറിൽ, ഓറഞ്ച് കളറിൽ, പച്ച കളറിലൊക്കെ കിട്ടുന്ന സാധനമുണ്ട്. ആ കളറൊക്കെ കിട്ടാൻ വേണ്ടി ഈ പറഞ്ഞ നാച്ചുറൽ സാധനങ്ങളൊന്നും ഒരു ബേക്കറിക്കാരും ഉപയോഗിക്കാൻ ചാൻസ് ഇല്ല. കാരണം അവർ എന്താ പറയുക, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ഹെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബാൻഡ് ആയിട്ടുള്ള കെമിക്കൽസൊക്കെയാണ് സാധാരണ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ലഡു ജിലേബിനകത്തൊക്കെ സാധാരണ ബാൻഡ് ആയിട്ടുള്ള നോൺ പെർമിറ്റഡ് ആയിട്ടുള്ള മെറ്റാനിൻ യെല്ലോ എന്നുള്ളൊരു സാധനമാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ മുളക് പൊടി റെഡ് കളർ കിട്ടാനായിട്ട് സുഡാൻ ഡൈ എന്നുള്ളൊരു സാധനമാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞപ്പൊടിക്ക് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി കർക്കുമിനാണ്. ആ കർക്കുമിൻ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ആ കർക്കുമിൻ പോയിക്കുമ്പോൾ മഞ്ഞപ്പൊടിയുടെ മഞ്ഞ കളർ കുറച്ച് കുറയും. അപ്പോൾ അതിനകത്തേക്ക് കളർ കിട്ടാൻ വേണ്ടി ലെഡ് ക്രോമേറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു കെമിക്കലാണ്, അത് ആഡ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ചിപ്സ്, ബനാന ചിപ്സൊക്കെ വറുക്കുമ്പോഴേക്ക് നല്ല മഞ്ഞ കളറിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ സാധനം ആഡ് ചെയ്യുമ്പോഴേക്കാണ് നല്ല മഞ്ഞ കളർ കിട്ടുന്നത്. ഇപ്പോൾ ഈ ലെഡ് ക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലെഡ് ക്രോമേറ്റിനകത്തുള്ള ലെഡ് പോയിസണിങ് ആണ്. അതെന്ത് ചെയ്യുന്നു, ഹെഡേക്ക്, അബ്ഡോമിനൽ ക്രാംസ്, ഗ്യാസ്ട്രിക് പെയിൻ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കൊള്ളില്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ നമ്മളിന്ന് ഫുഡ് അഡിക്റ്റീവ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഫുഡ് അഡിക്റ്റീവ്സ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ക്വാളിറ്റി പ്രിസർവ് ചെയ്യാനും അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ന്യൂട്രീഷൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമ്മളിന്ന് കണ്ടത് പ്രിസർവേറ്റീവ് ആയിട്ടുള്ള സാധനം കണ്ട് മൈക്രോബ്സിന് അല്ലെങ്കിൽ കാറ്റലിക് ഡീകമ്പോസിഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നാച്ചുറലുണ്ട്, ആർട്ടിഫിഷ്യലുണ്ട്. നാച്ചുറലായിട്ട് നമ്മൾ ഷുഗർ സൊല്യൂഷൻ, സാൾട്ട്, വിനെഗർ, ഓയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ആർട്ടിഫിഷ്യലായിട്ട് സോഡിയം ബെൻസോയേറ്റ്, പിന്നെ ബൈസൾഫേറ്റ്, സിട്രിക് ആസിഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ കണ്ടു, മറ്റേനേക്കാളും കൂടി മധുരം കൂടുതലുള്ളതും കലോറിഫിക് ഇല്ലാത്തതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് തന്നെ സാക്രിൻ, പിന്നെന്തായിരുന്നു ഞാൻ പറഞ്ഞത്, സാക്രിൻ, അസ്പാർട്ടൈൻ, അസ്പാർട്ടൈം, അതേപോലെ അലിറ്റൈം, സൂക്രോലോസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതിനകത്ത് നമ്മൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതിൻ്റെ കോൺസെൻട്രേഷൻ എത്ര ടൈംസ് പഞ്ചസാര നാച്ചുറലായിട്ടുള്ളതും കൂടുതലുള്ളതുണ്ട്. ചിലത് സ്റ്റെബിലിറ്റി, ഹീറ്റ് സ്റ്റേബിൾ അല്ലാത്തതും, ചിലത് pH ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്, ഓക്സിഡേഷൻ വഴി ഉണ്ടാകുന്ന ഡീകമ്പോസിഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് സബ്സ്റ്റൻസുകൾ. അത് തന്നെ നാച്ചുറലും സിന്തറ്റിക്കും. നാച്ചുറലാണെങ്കിൽ നമ്മൾ കണ്ട സിട്രിക് ആസിഡ്, അസ്കോർബിക് ആസിഡ് ഓർ വിറ്റാമിൻ സി, അല്ലെങ്കിൽ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ടോക്കോഫറുകളൊക്കെയാണ് നാച്ചുറലായിട്ടുള്ളത്. സിന്തറ്റിക് ആയിട്ടുള്ളത് ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ ആൻഡ് ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടൊളുവിന് 2 എക്സാമ്പിൾ കണ്ടായിരുന്നു. പിന്നെ കളർ കൊടുക്കുന്ന സാധനങ്ങളുണ്ട്. അത് പെർമിറ്റഡ് കളറും നോൺ പെർമിറ്റഡ് കളറുണ്ട്. അതിനകത്ത് തന്നെ സിന്തറ്റിക്കും ഉണ്ട്, നാച്ചുറലുണ്ട്. അതിൽ പെർമിറ്റഡ് കളറിൽ നാച്ചുറലായിട്ടുള്ളതാണ് കറുപ്പിന്, മഞ്ഞളിൽ നിന്നുള്ള കർക്കുമിൻ, ക്ലോറോഫിൽ നിന്നുള്ള പ്ലാന്റ്സിൽ നിന്നുള്ള ക്ലോറോഫിൽ, ഇതൊക്കെ നാച്ചുറലായിട്ട് വരുന്നതാണ്. ക്യാരറ്റിൽ നിന്നുള്ള ബീറ്റ കരോട്ടീൻ. സിന്തറ്റിക്കായിട്ട് കുറേ സാധനങ്ങളൊക്കെ കണ്ടു, സൺസെറ്റ് യെല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇത് നോൺ പെർമിറ്റഡ്. പെർമിറ്റഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പറഞ്ഞ് മാക്സിമം 200 ppm 200 മില്ലിഗ്രാം ഒരു kg വരാൻ പാടില്ല, അതിൽ താഴെ ആയിരിക്കണം. നോൺ പെർമിറ്റഡ് എന്ന് പറഞ്ഞാൽ അത് ടോക്സിക് ആയിരിക്കും, ബോഡീനെ പല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് അത് ബാൻ ചെയ്താണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. 1-2 എക്സാമ്പിൾ കണ്ടു, അതിൻ്റെ ഡ്രോബാക്കും കണ്ടു. ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.